Hi all, this is Asho. Welcome to our channel. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂവിങ് ആവറേജിനെ പറ്റിയാണ്. എന്താണ് മൂവിങ് ആവറേജ്, നമ്മൾ എങ്ങനെയാണ് മൂവിങ് ആവറേജ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യുക, എന്തൊക്കെയാണ് മൂവിങ് ആവറേജിൻ്റെ ബെനഫിറ്റ്സ് എന്നുള്ള കാര്യങ്ങൾ, അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം, പഠിക്കാം. അതിനു മുമ്പായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം അതിലൂടെ ലഭ്യമാവും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ തന്നെ നിങ്ങൾ ഇതുവരെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ട്രേഡിംഗ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് ചെയ്യാനോ കൂടുതലായിട്ട് കാര്യങ്ങൾ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ പോയി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. നമ്മൾ സെറോദയിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. സെറോദ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. സെറോദയുടെ ബ്രോക്കറേജ് എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പാണ്. കമ്പാരിറ്റീവ്ലി മറ്റുള്ള ബ്രോക്കറിനെക്കാളും 3-4 മടങ്ങ് കുറവാണ് ബ്രോക്കറേജും കാര്യങ്ങളും. ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. ഏകദേശം 100ഓളം ഇൻഡിക്കേറ്റേഴ്സ് സെറോദ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ട്രേഡിംഗ് ഒക്കെ ഓട്ടോമേറ്റഡ് ആണ്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ്, പ്രൊഫഷണലി ട്രേഡ് ചെയ്യാനും ട്രേഡിങ്ങിൻ്റെ ഇൻകം ആക്കി മാറ്റാനും ട്രേഡിംഗ് എപ്പോഴും പഠിച്ച് ചെയ്യേണ്ട ഒരു പ്രൊഫഷനാണ്. ട്രേഡിംഗ് ഈസ് ലൈക്ക് ബിസിനസ്സോ, നമ്മൾ ആ രീതിയിൽ തന്നെ അതിനെ കാണണം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ അടുത്ത അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ക്ലയൻസ് ആയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഭാഗത്തു നിന്നുള്ള സർവീസസ് ഫ്രീ ഓഫ് കോസ്റ്റിൽ അവൈലബിൾ ആണ്. എക്സ്റ്റേണൽ ക്ലയൻസിന് നമ്മൾ പെയ്ഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങൾ ലിങ്കിൽ പോയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് മൂവിങ് ആവറേജിനെ പറ്റി പഠിക്കാം. ഓക്കെ, ആക്ച്വലി എന്താണ് മൂവിങ് ആവറേജ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ, ട്രേഡേഴ്സ്, പ്രൊഫഷണലി ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്ന, വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സിൽ ഒന്ന് മാത്രമാണ് മൂവിങ് ആവറേജ്. അപ്പം അത് നമ്മൾ ടെക്നിക്കലി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ അത് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യം അതിൻ്റെ മൂവിങ് ആവറേജിൻ്റെ എന്തിനാണ് മൂവിങ് ആവറേജ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. മെയിനായിട്ട് മൂവിങ് ആവറേജ് നമ്മൾ ഉപയോഗിക്കുന്നത് മാർക്കറ്റിലെ നോയ്സ് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂവിങ് ആവറേജ് ഉപയോഗിക്കുന്നത്. കാരണം മൂവിങ് ആവറേജ് ഒരു ലാഗിങ് ഇൻഡിക്കേറ്റർ ആണ്. അത് ഒരിക്കലും നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മളെ വാർണിംഗ് തരില്ല. ഒരു ലാഗിങ് ഇൻഡിക്കേറ്റർ ആണ്. മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് മാർക്കറ്റിൽ ഉണ്ടാകുന്ന റാൻഡം പ്രൈസ് ഫ്ലക്ച്വേഷൻസ്, അതായത് അത് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് മൂവിങ് ആവറേജ് ഉപയോഗിക്കുന്നത്. മൂവിങ് ആവറേജ് ഒരു ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ ആണെന്ന് പറഞ്ഞു, ഏറ്റവും കൂടുതൽ വൈഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണെന്ന് പറഞ്ഞു. കാരണം ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ആകുമ്പോൾ ഏറ്റവും കൂടുതലും ടെക്നിക്കൽ അനാലിസിസ് വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാൾ ആ രീതികളായിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ രീതി നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസിനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. പക്ഷേ ഓരോരുത്തരും മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോരുത്തരും പല പല സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. പല രീതിയിലുള്ള ആൾക്കാരാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് കോമൺ ആയിട്ട് വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററുകളിൽ ഒന്നാണ് നമ്മുടെ മൂവിങ് ആവറേജ്. അപ്പം മൂവിങ് ആവറേജിന് വേറെ എന്തൊക്കെയാണ് ഉപയോഗം എന്ന് നോക്കാം. ട്രെൻഡ്, നമ്മുടെ മാർക്കറ്റ് ട്രെൻഡ്. അതിന് മുമ്പായിട്ട് നോയ്സ് ഫിൽട്ടർ ചെയ്യാനെന്ന് പറഞ്ഞു. അതിൻ്റെ നോയ്സ് എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ 1 മിനിറ്റ് ചാർട്ട് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഒരുപാട് പ്രൈസ് ഫ്ലക്ച്വേഷൻസും ക്യാൻഡിൽസ് അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ മാർക്കറ്റിൽ പോയേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് വെളിയിൽ നിന്ന് നമ്മളിങ്ങനെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരൊക്കെ നോക്കുമ്പോൾ ഇതൊരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. അപ്പം നമുക്ക് ഈ കോംപ്ലിക്കേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൂവിങ് ആവറേജ് ഉപയോഗിക്കുന്നത്. നോയ്സ് ഫിൽട്ടർ ചെയ്യുക, അതാണ് മെയിൻ ഇത്. അതുകൂടാതെ തന്നെ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാം. ഇത് മൂവിങ് ആവറേജ് വെച്ചിട്ടുള്ള ഇത് ബിഗിനേഴ്സിന് ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ്, സിമ്പിളായിട്ടാണ് ഞാൻ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ, ടെക്നിക്കൽ അനാലിസിസ്, ഈ മൂവിങ് ആവറേജിനെ പറ്റി വേറെ ഏതെങ്കിലും ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് സെപ്പറേറ്റ് അതിന് വേണ്ട സർവീസോ അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പം സിമ്പിളായിട്ട് നമുക്ക് ബിഗിനേഴ്സിന് കൂടുതൽ മനസ്സിലാവുന്ന രീതിയിൽ, ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പിന്നെ ഫിൽട്ടർ നോയ്സ് ചെയ്യാന്ന് പറഞ്ഞു ഒരു കാര്യം. അതുകൂടാതെ തന്നെ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാൻ, മാർക്കറ്റിന്റെ ട്രെൻഡ് അപ്പാണോ ഡൗൺ ആണോ അപ്പാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂവിങ് ആവറേജിനെ ഉപയോഗിക്കാം. അതുകൂടാതെ തന്നെ ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് മൂവിങ് ആവറേജിലൂടെ പറ്റും.
പിന്നെ മൂവിങ് ആവറേജിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഡ്രോയിങ്. അത് മൂവിങ് ആവറേജിൽ കുറച്ചുകൂടെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പല രീതിയിലും പല ആൾക്കാർ പല രീതിയിൽ ചെയ്യാറുണ്ട്. ക്യാൻഡിൽസിൻ്റെ ഷാഡോ, അപ്പർ ഷാഡോ, ലോവർ ഷാഡോ ഒക്കെ വെച്ച് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുന്നവരുണ്ട്, മൂവിങ് ആവറേജ് വെച്ച് വരയ്ക്കുന്നവരുണ്ട്. അങ്ങനെ മൂവിങ് ആവറേജ് വെച്ച് വരയ്ക്കുന്നത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സിമ്പിളായിട്ട് ഏതൊരാൾക്കും വരയ്ക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നെല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം. അതിനുശേഷം മാർക്കറ്റ് ട്രെൻഡിങ് മാർക്കറ്റാണോ, ഡൗൺ സൈഡിലുള്ള പോകുന്ന മാർക്കറ്റാണോ, റേഞ്ചിങ് ആണോ, മൊമെൻറ്റം പിന്നെ ലൂസ് ചെയ്യുന്നുണ്ടോയെന്നും നമുക്ക് മൂവിങ് ആവറേജുള്ള നമുക്ക് അറിയാൻ സാധിക്കും. അപ്പം ഇതിനി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് ചാർട്ട് വെച്ചിട്ട് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. അപ്പം ഈ മൂവിങ് ആവറേജ് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മൾ മൂവിങ് ആവറേജ് ലൈനിന് ബിലോ ആണ് നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ. ഇത് ജാപ്പനീസ് ക്യാൻഡിൽ സ്റ്റിക്ക് ആണ് ഈ പാറ്റേൺ ഫോം ചെയ്യുന്നത്. നമ്മുടെ മൂവിങ് ആവറേജ് ലൈന് ബിലോ ആണെങ്കിൽ നമുക്കതൊരു ഡൗൺ ട്രെൻഡ് ആണെന്നും, മൂവിങ് ആവറേജ് ലൈനിന് എബോ ആണെങ്കിൽ, ഇവിടെ ഞാൻ ഹിൻഡാൽകോ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ഹിൻഡാൽകോ എന്ന് പറഞ്ഞ സ്റ്റോക്കിൻ്റെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇത് കുറച്ചുകൂടെ ട്രേഡേഴ്സിന് ഏറ്റവും ട്രേഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റെബിലിറ്റി ഉള്ളൊരു സ്റ്റോക്കാണ് ഹിൻഡാൽകോ എന്ന് പറയുന്നത്. കാരണം നല്ല വോളിയം ട്രേഡ് നടക്കുന്നതുകൊണ്ട് എപ്പോഴും നല്ല വോളിയം ട്രേഡ് നടക്കുന്ന സ്റ്റോക്സിലായിരിക്കും നമുക്ക് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതിന് പറ്റിയൊരു നല്ലൊരു സ്റ്റോക്കാണ്. അതുകൊണ്ടാണ് ഇത് എടുക്കാൻ കാര്യം. നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാവും കാര്യങ്ങൾ. ഇന്നത്തെ ചാർട്ടും ലാസ്റ്റ് ഡേ ട്രേഡിംഗ് ഡേയുടെ ചാർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ട്രെൻഡ് ലൈന് ബിലോ ആണ് ക്യാൻഡിൽ സ്റ്റിക്ക് ഫോം ചെയ്യുന്നതെങ്കിൽ ഡൗൺ ട്രെൻഡും, ലൈനിന് മുകളിലാണ് നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ഫോം ചെയ്യുന്നതെങ്കിൽ അതൊരു അപ് ട്രെൻഡ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അത് വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇത് മൂവിങ് ആവറേജ് വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ്, ഇതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ പ്രത്യേകം വേറെ ചെയ്യാം. ഇതിപ്പോൾ ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞോളൂ, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും മൂവിങ് ആവറേജ് വെച്ച് നമുക്ക് ഡ്രോയിങ് ചെയ്യാൻ പറ്റും. ഇനി ട്രെൻഡ് റിവേഴ്സൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ട്രെൻഡ് റിവേഴ്സൽ ഏറ്റവും മാർക്കറ്റിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എവിടെ എൻട്രി ചെയ്യുന്നു, എങ്ങനെ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നു, എത്ര ടാർജറ്റ് കൊടുക്കുന്നു, അതെങ്ങനെ കൊടുക്കാം എന്നുള്ളതൊക്കെയാണ് ഒരുപാട് പലർക്കും അറിയാത്തത്. എവിടെ എൻട്രി ചെയ്യാം, ഏത് ട്രെൻഡിലാണ് മാർക്കറ്റ് പോകുന്നത്, ഇതൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പം പല മാർക്കറ്റിലും ഓരോ സ്ട്രാറ്റജീസും ഓരോ രീതികളുമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. കാരണം എല്ലാ ദിവസവും മാർക്കറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ ന്യൂസസിനെ ബേസ് ചെയ്തും അല്ലാതെയും ഒക്കെയാണ്. ഞാൻ ന്യൂസ് ഫോളോ ചെയ്യുന്ന ഒരാളല്ല, പ്യുവർലി ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് മാത്രം ഫോളോ ചെയ്ത് പോകുന്ന ഒരാളാണ്. പിന്നെ ന്യൂസസ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ന്യൂസസ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശ ധാരണ ഉണ്ടാകും. പക്ഷേ ന്യൂസസിനെ മാത്രം ബേസ് ചെയ്ത് ഒരു സ്റ്റോക്ക് മൂവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ വേണ്ടിയിട്ട്. എനിവേ അത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ട്രെൻഡ് റിവേഴ്സൽ രണ്ട് രീതിയിൽ വരാറുണ്ട്. ചില കേസിൽ ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ആവാതെ ഫേക്ക് ബ്രേക്ക്ഔട്ട് വന്നിട്ട് നമ്മൾ റോങ് എൻട്രി ചെയ്യാറുണ്ട്. അപ്പം ട്രെൻഡ് റിവേഴ്സൽ മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ മൂവിങ് ആവറേജ് ലൈനിന് എബോ നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ റിയൽ ബോഡി ക്രോസ് ചെയ്യുവാണെങ്കിൽ മാത്രമാണ് ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ആവുന്നത്. ഇവിടുത്തെ കേസിൽ ഇത് മൂവിങ് ആവറേജ് ലൈന് താഴെയാണ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ഫോം ചെയ്ത് പോകുന്നത്. അങ്ങനെ ഇവിടെ വെച്ച് ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ റിയൽ ബോഡി ഒരിക്കലും മൂവിങ് ആവറേജ് ലൈൻ 3 മിനിറ്റിൽ ക്രോസ് ചെയ്തിട്ടില്ല. അപ്പം എപ്പോഴും 3 മിനിറ്റ് ആണ് ട്രേഡേഴ്സിന് ഏറ്റവും എഫക്റ്റീവായിട്ട്. ഞാൻ ട്രേഡേഴ്സിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്, ട്രേഡിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടാണ് കൂടുതലും പറയുന്നത്. പല രീതിയിലുള്ള ആൾക്കാരുണ്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവരുണ്ട്. ഷോർട്ട് ടൈം ഉണ്ട്, മിഡ് ടൈം ഉണ്ട്, ലോങ് ടൈം ഉണ്ട്, ഇൻട്രാഡേ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇത് പ്യുവർലി ഇൻട്രാഡേ സ്കാൽപ്പിംഗ് പോലെ ട്രേഡ് ചെയ്യുന്ന ഫ്രീക്വൻറ്റ് അഗ്രസീവ് ട്രേഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ട്യൂട്ടോറിയലാണ്. നിങ്ങൾ ആ രീതിയിൽ ഇതിനെ മനസ്സിലാക്കുക. അപ്പം ഇവിടെ റിയൽ ബോഡി മൂവിങ് ആവറേജ് ലൈന് ക്രോസ് ഓവർ വരുമ്പോഴാണ് നമ്മൾ ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യുന്നത്. ആ റിയൽ ബോഡി എബോ ക്രോസ് ചെയ്താൽ മാത്രമേ ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ആവുള്ളൂ. ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ വിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പോർഷനാണ്
ഇതാണ് ബോഡി, ഇവിടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ കാണുന്നത് വിക്കാണ്, വിക്ക് അല്ലെങ്കിൽ ഷാഡോ എന്നൊക്കെ പറയും. അപ്പം അതാണ് ഫോം ചെയ്യുന്നതെങ്കിൽ മൂവിങ് ആവറേജ് ലൈനിൽ എബോവ് വരുന്നത് ക്യാൻഡിൽ സ്റ്റിക്കിന്റെ റിയൽ ബോഡി താഴെയുമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിനകത്ത് ട്രെൻഡ് റിവേഴ്സൽ ആണെന്ന് പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് നമ്മൾ എൻട്രി ചെയ്യാനോ പോകാൻ പാടില്ല. ട്രെൻഡ് കൺഫേം ആക്കി തന്നെ എൻട്രി ചെയ്യുക. ഇനി പറഞ്ഞല്ലോ ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ആകുന്നത് ഇവിടാണ്, റിയൽ ബോഡി എബോവ് ക്ലോസ് ചെയ്യുമ്പോഴാണ്. അപ് ട്രെൻഡിലാണെങ്കിൽ മൂവിങ് ആവറേജ് ലൈൻ എബോവ് റിയൽ ബോഡി ക്ലോസ് ചെയ്യുമ്പോഴും, ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ മൂവിങ് ആവറേജ് ലൈനിന് ബിലോ റിയൽ ബോഡി ക്ലോസ് ചെയ്യുമ്പോഴാണ് ട്രെൻഡ് കൺഫേം ആവുന്നത്. ഇനി കൺസോൾട്ടേഷൻ സ്റ്റേജസ് ഉണ്ട്, റേഞ്ച് ബൗണ്ടിങ് സ്റ്റേജ് ഉണ്ട് മൂവിങ് ആവറേജിന്. ഇത് എല്ലാ കേസിലും മൂവിങ് ആവറേജ് വർക്കൗട്ട് അതല്ല, ഇതൊരു ലാഗിങ് ഇൻഡിക്കേറ്റർ ആണ്. ട്രെൻഡി മാർക്കറ്റിലെ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. റേഞ്ച് ബൗണ്ടിങ് മാർക്കറ്റിൽ മൂവിങ് ആവറേജിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, അതിന് വേറെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഈ വീഡിയോയിൽ മൂവിങ് ആവറേജിനെ പറ്റി മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി രണ്ട് ടൈപ്പ് ഓഫ് മൂവിങ് ആവറേജ് ഉണ്ടെന്ന് പറഞ്ഞു, എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജും നമ്മുടെ സിമ്പിൾ മൂവിങ് ആവറേജും. എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഷോർട്ട് ടൈം ഫ്രെയിമിനാണ്. അതുകൂടാതെ തന്നെ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന്റെ ബെനിഫിറ്റ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ട്രേഡേഴ്സ് ആണ്. അത് ഫ്രീക്വന്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഫാസ്റ്റ് മൂവിങ് മാർക്കറ്റിലാണ് ഇത് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആവുന്നത്. എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ഏറ്റവും ബെസ്റ്റ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ്. ഇനി സിമ്പിൾ മൂവിങ് ആവറേജ് നമ്മളൊരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ലോങ്ങർ പീരീഡ് ഓഫ് ടൈം നമ്മളത് ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ സിമ്പിൾ മൂവിങ് ആവറേജ് ആണ്. ലോങ് ടേം ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ട്രേഡേഴ്സ് ഒക്കെയാണ് സിമ്പിൾ മൂവിങ് ആവറേജ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇത് സെറോദയുടെ കൈറ്റ് പ്ലാറ്റ്ഫോം ആണ്. ഞാനിത് ചാർട്ട് എടുത്തിട്ടേക്കാണ്. ഇതിനകത്ത് മൂവിങ് ആവറേജ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്റ്റഡീസിൽ പോവുക, ഇവിടെ മൂവിങ് ആവറേജ് സെർച്ച് ചെയ്യുക, ദെൻ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പം ഇതേപോലൊരു പോപ്പപ്പ് വിൻഡോ വരും. ഇതിനകത്ത് നമുക്ക് പീരീഡ് സെറ്റ് ചെയ്യാം. ഇനി പീരീഡ് എങ്ങനെ മൂവിങ് ആവറേജ് നമുക്ക് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് കൊടുക്കാമെന്ന് പറയാം. ഇനി പീരീഡ് ഇടുന്ന ടൈമിൽ ഓരോ ട്രേഡേഴ്സിനും അവരവരുടെ റിക്വയർമെന്റ് അനുസരിച്ചാണ്, അവര് ഏത് രീതിയിലാണോ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അതനുസരിച്ചാണ് പീരീഡും ഈ ഫീൽഡും ഒക്കെ നമ്മൾ കൊടുക്കുന്നത്, ടൈപ്പും ഒക്കെ കൊടുക്കുന്നത്. ടൈപ്പിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് കോമൺ ആയിട്ട് മെയിൻ ആയിട്ടുള്ള രണ്ട് മൂവിങ് ആവറേജ് ആണ് സിമ്പിളും എക്സ്പോണൻഷ്യലും. നമ്മൾ എക്സ്പോണൻഷ്യലാണ് എടുക്കുന്നത്. 20 പീരീഡ് ആണ് ഏറ്റവും ബെസ്റ്റ്, ട്രേഡേഴ്സിന് ഏറ്റവും ബെസ്റ്റ് 20 പീരീഡ് ആണ്. ഇനി 10 to 20 റേഞ്ചിൽ നമുക്ക് ഇടാം. ഈ 10 എന്നൊക്കെ പറയുന്നത് ട്രേഡിംഗ് ഡേയ്സ് ആണ്, പീരീഡ്സ് ആണ്, ട്രേഡിംഗ് ഡേയ്സ് ആണ്. ഈ പാസ്റ്റ് ഡേറ്റ വെച്ചിട്ടാണ് നമ്മുടെ മൂവിങ് ആവറേജ് വർക്ക് ചെയ്യുന്നത്. പാസ്റ്റ് പ്രൈസ് ആക്ഷന്റെ പ്രൈസിന്റെ ബേസിലാണ് നമ്മുടെ പാസ്റ്റ് പ്രൈസസിന്റെ ബേസിസിലാണ് നമ്മുടെ മൂവിങ് ആവറേജ് നമുക്ക് സിഗ്നൽസ് തരുന്നത്. ഓക്കെ, ഫീൽഡ് ക്ലോസ് ആണ് എപ്പോഴും നല്ലത്, കാരണം ഓരോ ടൈം ഫ്രെയിമിലും ട്രേഡിംഗ് നടന്ന വ്യാപാരം അവസാനിക്കുന്നത് എപ്പോഴും ക്ലോസ് പ്രൈസ് ആണ് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിൽക്കുന്നില്ല, കാരണം വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോകും, ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അപ്പം സിമ്പിളായിട്ട് നമുക്ക് സെറ്റിങ്സും കാര്യങ്ങളും എങ്ങനെ വെക്കാം എന്നെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പം ഷോർട്ട് ടൈം ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവരെ 20 EMA എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് യൂസ് ചെയ്യുക, ക്ലോസ് എക്സ്പോണൻഷ്യൽ. ഓക്കെ, ഡൺ കൊടുക്കുക. ഇങ്ങനെയാണ് മൂവിങ് ആവറേജ് നമ്മുടെ ടെർമിനലിൽ ആഡ് ചെയ്യുന്നത്. ഇനി ട്രെൻഡ് റിവേഴ്സൽ നോക്കി നമ്മൾ അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ എന്ന് കൺഫേം ആക്കി, അതെങ്ങനെയാണ് കൺഫേം ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞു. പിന്നെ ഈ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജും സിമ്പിൾ മൂവിങ് ആവറേജും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു, ബെനിഫിറ്റ്സ് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നെല്ലാം പറഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മൂവിങ് ആവറേജിനെ പറ്റി ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ മോർണിംഗിൽ എൻട്രി ചെയ്യുമ്പം ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്ത് നമ്മൾ എൻട്രി ചെയ്യുമ്പം, ഇതിപ്പം ഹിൻഡാൽകോയുടെ കേസിൽ എപ്പോഴും മാർക്കറ്റിൽ ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, 9:15 to 9:30 ടൈമിൽ എൻട്രി ചെയ്യലെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെൻഡ് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ടെക്നിക്കൽ അനാലിസിസ് വെച്ച് മാത്രം ട്രേഡ് ചെയ്യുന്ന ഒരാൾ, ന്യൂസ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ആ ടൈമിൽ ഏർലി മോർണിംഗിൽ എൻട്രി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവിടെ റിസ്ക് കൂടുതലാണ്. എപ്പോഴും ട്രെൻഡ് കൺഫേം ചെയ്യുക, സ്റ്റോപ്പ് ലോസ് അതനുസരിച്ച് കൊടുക്കുക.
അതൊക്കെ നോക്കുമ്പം 9:30ക്ക് ശേഷം എൻട്രി ചെയ്യാം. ഇവിടെ 9:30 കണ്ടോ, 9:30 ആണ് കറക്റ്റ് ട്രെൻഡ് കൺഫേം ആക്കാൻ പറ്റുന്നത് എവിടെയാണ്. അപ്പം ഇത് നമ്മൾ മോർണിംഗിൽ 3 മിനിറ്റ് ചാർട്ട് ടൈം ഫ്രെയിം ഇമ്പോർട്ടൻ്റ് ആണ്. 1 മിനിറ്റ്, 3 മിനിറ്റ്, 15 മിനിറ്റ്. 15 മിനിറ്റിൽ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ പാറ്റേൺസ് വെച്ച് ട്രേഡ് ചെയ്യുന്നവരുണ്ട്, പല സ്ട്രാറ്റജീസ് മാർക്കറ്റിൽ യൂസ് ചെയ്യുന്നവരുണ്ട്. ഇപ്പം ഞാൻ സിമ്പിളായിട്ട് 3 മിനിറ്റ് ചാർട്ടിൻ്റെ കേസിൽ സിമ്പിൾ ഒരു കേസ് പറയാം. ഇവിടെ നമ്മൾ മോർണിംഗിൽ എൻ്റർ ചെയ്തിട്ട് ചില കൂടുതൽ ആൾക്കാരും ഇവിടെ ഡൗൺ ട്രെൻഡിൽ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്താലും മാർക്കറ്റിൻ്റെ മിക്ക കേസിലും ഇത് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്യുന്ന സ്റ്റോക്ക് ഒന്ന് താഴെ പോയിട്ട് മുകളിലോട്ട് തിരിച്ച് വരാനുള്ള കാരണം ആ ഡൗൺ സൈഡ് ബൈയിങ്, അതായത് ഇൻവെസ്റ്റേഴ്സ്, ഷോർട്ട് ആൻഡ് ട്രേഡേഴ്സ് ഒക്കെ ബൈയിങ്ങിൽ ആ ട്രെൻഡ് ലോങ് ടേമിൽ പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ബൈയിങ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പല ആൾക്കാരും പല രീതിയിലാണ് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പം എപ്പോഴും നമ്മൾ മറ്റുള്ള ഇൻഡിക്കേറ്റേഴ്സ് കൂടെ നോക്കി RSI പോലുള്ള, ഇത് താഴെ കൊടുത്തിരിക്കുന്ന RSI ആണ്. RSI ലോ ആണെങ്കിൽ ഒരിക്കലും നമ്മൾ ഷോർട്ട് ചെയ്യാൻ പാടില്ല. RSI ഹൈ ആകുമ്പോൾ മാത്രം ഷോർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഷോർട്ട് പൊസിഷൻ മോർണിംഗിലെ ട്രെൻഡ് നെഗറ്റീവ് ആണ്. ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ EMA നോക്കുക. ഈ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് താഴെയാണ് ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ഹൈ ക്യാൻഡിൽ, നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വരുമ്പം അവിടെ ഷോർട്ട് പൊസിഷൻ തന്നെ എടുക്കുക. പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് മൂവിങ് ആവറേജിൻ്റെ സപ്പോർട്ട് ലൈൻ വരച്ചിട്ട് ആ റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. മുകളിലായിട്ട് ഏറ്റവും ഹയർ പ്രൈസിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഷോർട്ട് പൊസിഷൻ നിങ്ങൾ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ട്രെൻഡ് റിവേഴ്സിൽ കൺഫേം ആകുമ്പോൾ മാത്രം പൊസിഷൻ എക്സിറ്റ് ആവുക. ട്രെൻഡ് റിവേഴ്സിൽ കൺഫേം ആയി കഴിഞ്ഞാൽ ഒരിക്കലും ആ പൊസിഷൻ നമ്മൾ ഹോൾഡ് ചെയ്യാൻ പാടില്ല. പിന്നെ ഓപ്പോസിറ്റ് മാർക്കറ്റിൽ എപ്പോഴും ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ഫോളോ ചെയ്ത് പോകുന്ന ട്രേഡേഴ്സ് മാത്രമേ കാശുണ്ടാക്കുള്ളൂ. അല്ലാതെ നമ്മൾ ട്രെൻഡ് ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ കാശുണ്ടാക്കാൻ പറ്റുള്ളൂ മാർക്കറ്റിൽ നിന്ന്. അപ്പം ട്രെൻഡ് ഏതാണോ ട്രെൻഡ് ആ ട്രെൻഡിനനുസരിച്ച് പോവുക. ഒഴുക്കിന് എതിരെ നീന്താൻ നിന്നാൽ മാർക്കറ്റിൽ നമ്മൾക്ക് വലിയ നഷ്ടം വിതയ്ക്കുകയോ ചെയ്യുള്ളൂ. അപ്പം എങ്ങോട്ടാണോ മാർക്കറ്റിൻ്റെ ട്രെൻഡ്, എങ്ങോട്ടാണോ ഫ്ലോ, ആ ഒരു ഫ്ലോയ്ക്ക് ഒത്ത് നമ്മളും നീന്തി പോവുക എന്നുള്ളതേ ഉള്ളൂ മാർക്കറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആ രീതിയിൽ നമ്മൾ ട്രേഡിങ് ചെയ്യുക. ഇനി ഇവിടെ ഗ്യാപ് ഡൗൺ വന്നു, ഹയർ പ്രൈസിൽ നമ്മൾ ഷോർട്ട് ചെയ്യുന്നു. ഷോർട്ട് ചെയ്തിട്ട് ഇത് നമ്മൾ ഓഫ് മാർക്കറ്റിൽ ഇങ്ങനെ പറയാൻ വളരെ സിമ്പിൾ ആണ്. പക്ഷേ നമ്മൾ റിയൽ മാർക്കറ്റിൽ ഡിസിഷൻ എടുക്കുമ്പോൾ പലപ്പോഴും നമ്മളെല്ലാവരുടെയും പ്രശ്നമാണ് ഈ ഡിസിഷൻസ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റാത്തത്. അത് നമ്മൾ ബൈ പ്രാക്ടീസിലൂടെ മാത്രമേ, എക്സ്പീരിയൻസിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു ഡിസിപ്ലിൻ ഒക്കെ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങൾ വീഡിയോ നാം പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയിപ്പോകും. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും പഠിക്കാനോ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റി പഠിക്കാനോ മറ്റോ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പുകളൊക്കെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ഇനി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടെ ഇന്നത്തെ മൂവിങ് ആവറേജിൻ്റെ ക്ലാസ് ഇന്നിവിടെ നിർത്തുകയാണ്. കൂടുതൽ വീഡിയോസുമായിട്ട് വരുന്ന ദിവസങ്ങളിൽ കാണാം. ഓക്കെ, ദെൻ ബൈ. ഹാപ്പി ട്രേഡിംഗ്. ടേക്ക് കെയർ.